ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റൗണ്ട് കോളർ കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനതിനെ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അളവൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിന് ഷോൾഡർ ഞാൻ കൊടുത്തേക്കുന്ന 9.25 നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. 46 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം കൊടുത്തേക്കുന്നത്. മെയിൻ തുണിക്ക് 46 ഇഞ്ച് ഇറക്കവും ലൈനിങ് ക്ലോത്തിന് 42 ഇഞ്ച് ഇറക്കവുമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതേപോലെ ഷോൾഡർ 9.25 കൊടുത്തിട്ടുണ്ട്. ഈ 9.25 വന്നത് മെയിൻ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 17.5 ആ 17.5യുടെ പകുതി എടുക്കുക. പകുതി 8.25. ആ 8.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 9.25 കിട്ടി. 9.25 ഷോൾഡർ കൊടുത്തേക്കുന്നത്. ആ ഷോൾഡറിൻ്റെ 9.25 അളവ് തന്നെ ആം ഹോളും കൊടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടെ നമുക്കവിടെ കൊടുക്കണം. അതായത് 1/2 ഇഞ്ച് ഒരു ചരിവ് വരാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഷോൾഡർ സ്ലോപ്പ്. അപ്പം നമ്മൾ ടോട്ടൽ ആം ഹോൾ 9.25 എടുത്തു, ഷോൾഡറും 9.25 എടുത്തു. അതേപോലെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 3.5. അപ്പം വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ 3 എടുത്താൽ മതി. പൊക്കമൊക്കെ ഇത്തിരി കുറവുള്ളവർക്കൊക്കെ 3 എടുക്കാം. ഒരുപാട് ഇച്ചിരി കൂടെ നെക്ക് അകന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ 3.5 എടുക്കാം. അതേപോലെ ഞാൻ നെക്കിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുത്തേക്കുന്നത് 5 ഇഞ്ചാണ്. 4.5 എടുത്താലും മതി. അധികം സൈസ് ആളില്ലാത്തവർക്കൊക്കെ ഇത്തിരി കൂടെ കുറച്ചെടുക്കാം. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് നെക്കിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മെയിൻ തുണി ഷോൾഡർ സ്ലോപ്പ് വെച്ച് കട്ട് ചെയ്തിട്ടില്ല. അതേപോലെ നമുക്ക് ബാക്കി അളവൂടെ നോക്കാം. ഇനി ഷേപ്പിൻ്റെ ഇറക്കം കൊടുത്തേക്കുന്നത് 14.5. ഷേപ്പ് ലെങ്ത് 14.5 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 9.5. അതേപോലെ ചെസ്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത് 11. ചെസ്റ്റിൻ്റെ അളവ് വന്നിരിക്കുന്നത് 11. അതേപോലെ 2.5 ഇഞ്ചാണ് നമ്മൾ അവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തേക്കുന്നത്. ഷേപ്പിൻ്റെ ലെങ്താണ് ഒന്നുകൂടെ കാണിക്കുന്നത് 14. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 14.5 എടുത്തു. 9.5 ഇഞ്ച് ഷേപ്പിൻ്റെ വിഡ്ത്ത്, അതുപോലെ 2.5 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പ്. ചെസ്റ്റിനും ഷേപ്പ് ലെങ്തിനും 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അടുത്തത് സ്ലിറ്റാണ്. സ്ലിറ്റ് ഭാഗത്തും ഇതുപോലെ 23 എടുത്തിട്ടുണ്ട്. 22.5 വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 23 കൊടുത്തു. 11 അവിടെ സ്ലിറ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത് വരുന്നത്. 11 കൊടുത്തു. അവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. സ്ലിറ്റ് അടിക്കാൻ നേരം 1 ഇഞ്ച് കൊടുക്കും. ഇനി താഴെ കറക്റ്റായിട്ട് നമ്മൾ ആ ബോട്ടം ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് 13 ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, 13 ഇഞ്ച് കൊടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തു. സ്ലിറ്റ് ഭാഗത്ത് നമുക്ക് കറക്റ്റ് 1 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ലേ, അത് ആ മെയിൻ തുണിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെയിൻ തുണിയിൽ അത് കട്ട് ചെയ്തില്ലായിരുന്നു ഞാൻ. അവിടുന്ന് 1/2 ഇഞ്ച് നമ്മൾ ആ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഷോൾഡർ, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഷോൾഡർ എത്രയാണോ ആ ഷോൾഡറിൻ്റെ പകുതി കാണുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി എടുക്കണം. അതായത് നമുക്ക് കോളർ വെച്ച് നെക്ക് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് നെക്കിനല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്ക് പാർട്ടും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
അതും ഇതേപോലെ അവിടെ നിന്ന് ബാക്കിൻ്റെ ഇറക്കം എടുത്തേക്കുന്നത്, നെക്കിറക്കം എടുത്തേക്കുന്നത് 1/2 ഇഞ്ചാണ്. ബാക്ക് നെക്കിന് 1/2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ നെക്കിറക്കം. ബാക്ക് നെക്കിന് നമുക്ക് കോളർ വരുന്നതുകൊണ്ട് അവിടെ 1/2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിൽ ഷോൾഡർ ആം ഹോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഷോൾഡറാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ സാധാ ചുരിദാർ കട്ട് ചെയ്യാൻ എടുക്കത്തില്ല, അതേപോലെ തന്നെ ഷേപ്പിൻ്റെതും സ്ലിറ്റും ഒക്കെ അതുപോലെ തന്നെയാണ്. ഷോൾഡർ മാത്രം നമുക്ക് കോളർ വരുമ്പോഴത്തേനും എത്രയാണോ നമുക്ക് ഷോൾഡർ ഉള്ള അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ അഴുക്ക വശം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണിത്. എന്നിട്ട് നല്ല വശം മുകളിലാക്കി ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് നമുക്ക് ലൈനിങ് തുണിയും കൂടെ വെച്ച് കൊടുക്കണം. ഇനി കഴുത്തിൻ്റെ അവിടെ ഫ്രണ്ട് പാർട്ടാണേ, ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ വി പോലെ ഇച്ചിരി നമുക്ക് അല്പം ഒരു ഓപ്പൺ അവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട്. അപ്പോൾ അതുകൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിത് 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കഴുത്തിൻ്റെ അവിടെ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് കഴുത്തിലോട്ട് ഇറക്കം നോക്കണം. നമുക്ക് എത്ര ഇറങ്ങിപ്പോകും, നമ്മുടെ കറക്റ്റ് അളവ് എത്രയാണോ അത് നോക്കുക. അതനുസരിച്ച് വേണം നമ്മൾ ആ അളവ് കൊടുക്കാൻ. ഇപ്പം എനിക്കിവിടെ ഞാൻ 5 എടുത്തേക്കുന്നത്. അപ്പം ടോട്ടൽ എനിക്കിവിടെ 7.5 വരെ എടുക്കാം. അപ്പം ഞാൻ ആ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് താഴോട്ട് കണ്ട ആ ഷോൾഡർ ഏറ്റവും മുകളിൽ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ട 5 ഇഞ്ചാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട് എനിക്ക് വേണ്ടുന്ന അളവ് എത്രയാണെന്ന് നോക്കി കണ്ട 7.5, അവിടെ 7.5 ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിൽ കൂടുതലായി പോയാൽ ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, 7 വരെ പറ്റുള്ളെന്നുണ്ടെങ്കിൽ 7 എടുക്കാം. അപ്പം നമുക്ക് ഈ 5 കൊടുത്തിരിക്കുന്ന നെക്ക് 5 കൊടുത്തിട്ടുണ്ടല്ലോ, ആ 5 എന്നുള്ളത് 4.5യോ 4 ആക്കി എടുക്കാം. അപ്പം അത് അവരവരുടെ ശരീരത്തിൻ്റെ അനുസരിച്ച് എടുക്കാം. വണ്ണം കൂടുതലുള്ളവർക്ക് ഇത്തിരി വൈഡായിട്ടും ഇത്തിരി കൂടെ ഇറങ്ങി എടുക്കണം. വണ്ണം കുറഞ്ഞവർക്ക് ആണെങ്കിൽ, പൊക്കം കുറവാണെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ 7.5 ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരുന്ന ഇറക്കമാണ്. ടോട്ടൽ ലെങ്ത് 7.5 വരുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും വരുമ്പോഴത്തേനാണ് കറക്റ്റ് അളവ് വരുന്നു, ഇറങ്ങിപ്പോകുന്നില്ല. അതുപോലെയാണ് നമ്മൾ ഓപ്പൺ കൊടുക്കാൻ നേരം അളവ് നോക്കേണ്ടത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ 2ആയിട്ട് മടക്കിയിടുകയാണ്. ഈ ലൈനിങ് തുണിയെടുത്ത് 2ആയിട്ട് മടക്കിയിട്ടു. മടക്കിയിട്ടതിന് ശേഷം കറക്റ്റ് 2ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വി പോലൊരു ഓപ്പൺ കൊടുക്കാം. അവിടെ കറക്റ്റ് ലെവലാക്കി വെക്കണം. കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് അവിടുന്ന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്, ഇതിൽ 1/2 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1/4 ഇഞ്ച് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ ഒരു 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് താഴോട്ട് വി പോലെ വരച്ചെടുക്കാം. അപ്പം ഇവിടെ 1/2 ഇഞ്ച് വരും, അപ്പുറത്തും 1/2 ഇഞ്ച് മുമ്പ് ഏകദേശം 1 ഇഞ്ചോളം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അകന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അല്പം കൊടുത്താലും മതി, ഒരു 1/4 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പം രണ്ടിടത്തും കൂടെ ആകുമ്പോൾ 1/2 ഇഞ്ച് വരെയുള്ളൂ. അതിനുശേഷം ആ ഭാഗം കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ അടയാളപ്പെടുത്തുമ്പോൾ ഓരോ ഭാഗങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും അത് മിസ്റ്റേക്ക് ഒന്നും വരാതെ ഇരിക്കും. നമുക്ക് അതേപോലെ
ഇപ്പം ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിനാണ് ഇതേപോലെ തിരിച്ചു വെച്ചത്. തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇറക്കവും എടുക്കുമ്പോഴും കഴുത്തിൻ്റെ അകലം എടുക്കുമ്പോഴത്തേനും നമ്മൾ വണ്ണവും പൊക്കവും അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. കാരണം 3.5 ഇഞ്ച് തീരെ വണ്ണം ഇല്ലാത്തത് പൊക്കവും ഇല്ലാത്ത ആളിന് 3.5 ഇഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് തുണിയുടെ നല്ല വശത്ത്, മെയിൻ തുണിയുടെ നല്ല വശത്ത് നല്ല വശം മുകളിലാക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ലൈനിങ് തുണി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഴുത്തിൻ്റെ ആ ഭാഗമൊക്കെ ഒരു പിന്ന് കുത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗം ഒരു 1/4 ഇഞ്ച് വീഡിയോ കാണിക്കുന്നുണ്ടല്ലേ, അതേപോലെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വരച്ചെടുത്തു. അതേപോലെ വീഡിയോ കാണിക്കുന്ന രീതിയിൽ തന്നെ എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇത് നല്ല വശത്താണ് വെച്ചിരിക്കുന്നത്. ഈ നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് അഴുക്ക് വശത്തോട്ട് മറിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇത് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേനും ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. കണ്ട ഇതേപോലെ വി പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തെ ആ മെയിൻ ക്ലോത്ത് കണ്ടില്ലേ, അത് കട്ട് ചെയ്യാനുണ്ട്. ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിടുകയാണ് വേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന തയ്യലിലൊന്നും കൊള്ളരുത്. കൊള്ളാതെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കോളറിൻ്റെത് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോഴത്തേനും കോട്ടൺ തുണിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിക്കുക. അപ്പോഴത്തേനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു. ഇനി ഈ പിന്നെല്ലാം നമുക്കെടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതേപോലെ ലൈനിങ് തുണി മാറ്റി ഒരല്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേപോലെ അളവ് കൊടുത്തില്ലേ, ആ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറുഭാഗത്തും അതുപോലെ ആ പകുതി അല്ല, ഒരല്പം അവിടെ വരെ കണ്ടില്ലേ, ആ വീഡിയോ കാണിക്കുന്നില്ല, അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്കത് തിരിച്ചിടാൻ. കണ്ടില്ലേ, അതേപോലെ സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് കെട്ടിട്ടെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടെടുക്കണം. പിന്നെ 2 ഭാഗങ്ങളും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉള്ളിലോട്ടാക്കി നമുക്ക് തിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറു സൈഡ്. ഇനി ഇത് ഇതേപോലെ എടുത്ത് ഉള്ളിലോട്ടാക്കി അഴുക്ക് വശത്തേക്ക് തിരിച്ചിടുന്നു. കണ്ടില്ലേ, അഴുക്ക് വശത്തേക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് അവിടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. ആ വി പോലെ വന്നിരിക്കുന്നുണ്ട, ആ ഭാഗത്ത് വി പോലെ വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ വി പോലെ ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുത്താൽ നല്ല കറക്റ്റ് ലെവലാക്കി വരും. എന്നിട്ട് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അയൺ ചെയ്ത് അവിടെ സ്റ്റിച്ച് വരുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ നല്ലപോലെ അയൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗമൊക്കെ മുകളിൽ ആ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇതേപോലെ ഞാൻ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അഴുക്ക് വശം തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് തുണി ഉണ്ടല്ലോ, അതൊന്ന് അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി, അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഉള്ളിലോട്ട് മടക്കി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം ആ ലൈനിങ് തുണി എല്ലാം കൂടെ ഇതേപോലെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് വീഡിയോ കാണിക്കുന്നുണ്ട് അതേപോലെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇത് ഞാൻ അതുപോലെ ഇങ്ങനെ എല്ലായിടവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ബാക്ക് പാർട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്തും ലൈനിങ്ങിൻ്റെ അടിഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ ബാക്ക് പാർട്ട് ആദ്യം ഇതുപോലെ ഒന്ന് നല്ല വശം മുകളിലോട്ടാക്കി വെച്ചു. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അതായത് നല്ല വശവും കൂടെ ചേർത്ത് വരത്തക്ക രീതിയിൽ വെച്ചു. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടം ഉണ്ടല്ലോ, അവിടം കറക്റ്റ് ലെവലാക്കി വയ്ക്കുക. നെക്കിൻ്റെ അവിടെ നിന്നല്ല, നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അര ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കണം. നമ്മൾ ഇതുപോലെ കോളർ ഒക്കെ വെക്കുന്ന ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ, അല്ലെങ്കിൽ ഷോൾഡർ കുറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് റൗണ്ട് ചുറ്റി ഇതിൻ്റെ അളവെടുക്കണം. നെക്കിൻ്റെ അളവെടുത്തിട്ടാണ് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ടല്ലേ, അതേപോലെയാണ് റൗണ്ട് ചുറ്റി എടുക്കേണ്ടത്. ഇതേപോലെ ഒരു വശത്തു നിന്ന് തുടങ്ങി ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം അകത്തി വെച്ചിട്ട് വേണം ഇതേപോലെ റൗണ്ട് ചുറ്റി എടുക്കേണ്ടത്. ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം വലിക്കരുത്, വലിക്കാൻ പാടില്ല. വലിക്കാതെ കറക്റ്റ് ആ ലെവലിൽ തന്നെ റൗണ്ട് ചുറ്റി എടുക്കുക. ഇങ്ങനെ ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റം വരെ, കഴുത്തിൻ്റെ മറ്റേ അറ്റം വരെ ഇതേപോലെ റൗണ്ട് ചുറ്റി എടുക്കാം. കോളർ കുർത്തി തയ്ക്കാൻ എളുപ്പമാണ്. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് കോളർ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് എടുക്കുക.
അതേപോലെ ഷോൾഡർ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഷോൾഡർ കറക്റ്റ് ഷോൾഡർ അളവെടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പോട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 22.4 കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു രീതിയിലും കൂടെ നോക്കാം എടുക്കുന്നത്. അതായത് നെക്ക് രണ്ടായിട്ടും മടക്കി ഇട്ടിട്ട് എടുക്കാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ ഒരേപോലെ മടക്കിയിടുക. കണ്ടില്ലേ, ആ രണ്ട് ഭാഗങ്ങളും ഒരേപോലെ പിടിച്ച് എടുക്കുക. ഫ്രണ്ട് നെക്ക് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗങ്ങളെല്ലാം ഒരേപോലെ വരണം. അതേപോലെ ബാക്ക് നെക്ക് കറക്റ്റാക്കി ഇതേപോലെ ഇടുക. ഇട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം ആ ബാക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ, അധികം വലിക്കാതെ വേണം ഇങ്ങനെ റൗണ്ടിന് എടുക്കാൻ. ഇതേപോലെ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് എടുക്കാം. കണ്ടില്ലേ, 11 പോയിന്റുമാണ് അവിടെ വരുന്നത്. അപ്പോൾ 11 പോയിന്റും ആയപ്പം നമ്മൾ റൗണ്ട് ചുറ്റിയെടുത്ത് ആദ്യം എടുത്തില്ലേ, ഫുൾ റൗണ്ട് ചുറ്റിയെടുത്തത്, അന്നേരം നമുക്ക് 22.4 കിട്ടിയത്. അപ്പോൾ കറക്റ്റായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ മടക്കി ഇടുമ്പോൾ 11 പോയിന്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 11 പോയിന്റുമാണ് നമ്മൾ ക്യാൻവാസിലോട്ട് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഈ 11 പോയിന്റുമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, അപ്പം ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആ ക്യാൻവാസ് ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിടണം. നമുക്ക് ഇതിൻ്റെ വീതിയും ലെങ്തും നോക്കി അതനുസരിച്ചൊരു ക്യാൻവാസ് എടുക്കണം. അതായത് 11.4 11 പോയിന്റുമാണ് എനിക്കിവിടെ ഇതിൻ്റെ നീളം വരുന്നത്. 11 പോയിന്റുമാണ്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്നത് 3.5. അപ്പോൾ അതനുസരിച്ച് വേണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ക്യാൻവാസിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ലെവലാകാൻ വേണ്ടി ഒരു ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് കിട്ടിയ ആ റൗണ്ട് ചുറ്റിയെടുത്തപ്പോൾ കിട്ടിയ അളവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ടോട്ടൽ 22.4 കിട്ടിയേക്കുന്നത്. ടോട്ടൽ 22.4 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വേണ്ട, അതിൻ്റെ പകുതിയാണ് 11 പോയിന്റുമാണ് നമുക്ക് വേണ്ടത്. അതായത് ക്യാൻവാസ് രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാമത് അളവെടുത്ത ആ നെക്ക് മടക്കിയിട്ടെടുത്തല്ലോ, ആ അളവാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണിത്. അതുകൊണ്ട് മനസ്സിലായില്ലേ, 22.4 ഫുൾ നമുക്ക് വേണ്ടത്. അപ്പോൾ 11 പോയിന്റുമാണ് നമുക്ക് മടക്കി ഇട്ടിട്ട് എടുക്കേണ്ടുന്ന അളവ്. ആ 11 പോയിന്റും നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ആ ഒരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിലേക്ക് 11 പോയിന്റും അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വീതി വരുന്നത്. ആ 3.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3.5 ഇഞ്ച്. നിങ്ങൾ 3 എടുക്കണമെങ്കിൽ ആ 3 കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ 11 പോയിന്റും അടയാളപ്പെടുത്തി അവിടെ നിന്ന് മുകളിലോട്ടാണ് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് മാറി രണ്ടും മറ്റേ സൈഡിലോട്ടും കൂടെ നമുക്ക് ആ 3.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. എന്തിനാണ്, അവിടെ ഒന്ന് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു. അപ്പോൾ ആദ്യം നമ്മൾക്ക് കിട്ടിയ 11 പോയിന്റും അടയാളപ്പെടുത്തി, ലെങ്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് വേണ്ടുന്ന വിഡ്ത്ത് അടയാളപ്പെടുത്തി. അപ്പോൾ ആ 11 പോയിന്റും അടയാളപ്പെടുത്തിയ ആ അളവ് തന്നെ മുകളിലോട്ടും 11 പോയിന്റും അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കറക്റ്റ് ലെവലായിട്ടൊന്ന് വരച്ചെടുക്കാൻ, ഒന്ന് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ 11 പോയിന്റും അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ പകുതി ഒന്ന് കാണാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു, അതിൻ്റെ പകുതി ഒന്ന് കാണാം. ആ പകുതി അവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടുന്ന്
ഒരു റൗണ്ട് പോലെ നമ്മൾ ആ 3.5 മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, ആ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ചെറിയ ഒരു ഇതേപോലെ റൗണ്ട് പോലെ മുകളിലോട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ വരച്ചിട്ട് ഈ ഭാഗമാണ് നമ്മൾക്ക് വേണ്ടുന്ന 11 പോയിന്റും അടയാളപ്പെടുത്തി കൊടുക്കണം. ആദ്യം നമ്മൾ ഈ വരച്ച ഈ റൗണ്ട് ചെയ്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് റൗണ്ടാക്കി 11 പോയിന്റും അവിടെ എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ടില്ലേ? അവിടെ ഒരു 11 പോയിന്റും അടയാളപ്പെടുത്തി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ലെവലാക്കി ആ 11 പോയിന്റും കിട്ടിയത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത്ര അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അകത്തുനിന്ന് 1 ഇഞ്ച് വീതം, ഞാൻ 1 ഇഞ്ചിൻ്റെ വീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. കോളറിൻ്റെ വീതി 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം ആ 1 ഇഞ്ച് അവിടെ കൊടുക്കാം. നിങ്ങൾ 3/4 ഇഞ്ചിനാണ് എടുക്കുന്നതെങ്കിൽ 3/4 ഇഞ്ച് കൊടുത്താൽ മതി. അങ്ങനെ ആ 1 ഇഞ്ച് റൗണ്ടിന് നമുക്ക് ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 11 പോയിന്റും അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗം വരെ മതി. അതിനുശേഷം നമുക്ക് അവിടെ ഒരു കർവായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടുന്ന് ഇതേപോലെ ഒരു കർവായിട്ട് ജോയിന്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് കർവാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കുക. കൊടുത്തതിന് ശേഷം വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 11 പോയിന്റ് അടയാളപ്പെടുത്തി ആ ഭാഗത്തു നിന്ന് കർവായിട്ട് വരച്ച ആ ഭാഗം തൊട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിന്ന് ഊരി മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് നിവർത്തിയിടാം. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു മെയിൻ ക്ലോത്ത് എടുക്കുക. ഇനി നമുക്ക് ഏതാണോ നമ്മൾക്ക് കോളർ വെക്കേണ്ടുന്ന ആ തുണി എടുക്കുക. ആ തുണി എടുത്തതിന് ശേഷം ഇത് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ? ഇങ്ങനെയാണ് നെക്ക് വരേണ്ടത്. ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ടുന്ന ആ കോളർ വെക്കേണ്ടുന്ന ആ പീസ് എടുത്തു. ഇതേപോലെ 2ആയിട്ടാണ് മടക്കിയിടേണ്ടത്. 2 പീസായിട്ട് എടുക്കുമോ അല്ലെങ്കിൽ കറക്റ്റ് 2ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം ഇതേപോലെ നിവർത്തി വയ്ക്കുക. ഒട്ടിക്കേണ്ടുന്ന ഭാഗം ആ തിളക്കമുള്ള വശം താഴേക്കാക്കി വയ്ക്കുക. അതിനുശേഷം ഇതേപോലെയാണ് ക്യാൻവാസ് ഒട്ടിക്കേണ്ടത്. കണ്ടില്ലേ? ആ വള്ളം പോലെ ഇരിക്കുന്ന ആ ഭാഗം മുകളിലാക്കിയാണ് വരേണ്ടത്. കണ്ട? എന്നിട്ട് ആ അകവശം കണ്ടില്ലേ? വെള്ളം പോലെ വരുന്ന ആ ഭാഗമാണ് ഒട്ടിച്ചു വരേണ്ടത്. ഇപ്പം ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ആ 3 വശവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അവിടുന്ന് ഒരല്പം താഴോട്ട് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും. ഇപ്പം ഞാൻ വീഡിയോയിൽ അവിടം തൊട്ടാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു അല്പം താഴ്ഭാഗത്തോട്ടുകൂടെ
ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നെന്ന് പറഞ്ഞു അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതേപോലെ ക്യാൻവാസിൽ കയറാതെ ക്യാൻവാസിൻ്റെ ഓരത്തൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. കണ്ടില്ലേ, ഇതേപോലെ വന്നു, ഇങ്ങനെ ഇവിടെ വരെ വന്നു. കറക്റ്റ് ഞാൻ അവിടെ വരെ കാണിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ഒരു അല്പം കൂടെ ഒരു 1/4 ഇഞ്ച് കൂടെ താഴോട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ. അന്നേരം ഇത്തിരി കൂടെ നമുക്കത് തുണിയിൽ വെച്ച് തയ്ക്കാൻ നേരം ഒരു എളുപ്പം കിട്ടും. ഇതേപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ കാണണേ. ഇതിനു മുമ്പ് ഞാനൊരു ഷർട്ട് കോളർ കുർത്തി ഇട്ടിട്ടുണ്ട്. അതും നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തയ്ച്ച ആ 3 ഭാഗങ്ങൾക്കും നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തുക. നിർത്തിയതിന് ശേഷം ബാക്കി ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തയ്ക്കാത്ത ആ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ലേ, അവിടെയെല്ലാം നമുക്ക് 1/4 ഇഞ്ച് മതി. അപ്പം ഈ താഴ്ഭാഗം കാണിക്കുന്നുണ്ടല്ലോ, അവിടെയാണ് 1/2 ഇഞ്ച് വേണ്ടത്. അവിടെയാണ് നമ്മുടെ കോളർ നമ്മുടെ തുണിയിലേക്ക് ചേർത്ത് തയ്ക്കേണ്ടുന്ന ഭാഗങ്ങൾ വരുന്നത് അവിടെയാണ്. 1/2 ഇഞ്ച്. ഇനി ബാക്കി എല്ലായിടവും 1/4 ഭാഗം മതി. കണ്ടോ, അതേപോലെ 1/4 ഭാഗം 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ താഴ്ഭാഗം നമ്മൾ 1/2 ഇഞ്ചാണ് 1/4 ഭാഗം കട്ട് ചെയ്ത് ആ മുകൾ ഭാഗത്ത് ഒരു കട്ട് കൊടുക്കണം കേട്ടോ, ചെറുതായിട്ടുള്ള കട്ട് കൊടുക്കണം. അതാണ് ആ കാണിച്ചേക്കുന്നത്. അതിന് ശേഷം 1/2 ഇഞ്ച് താഴെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് ഇത് തിരിച്ചിടേണ്ടത്. തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതിനകം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പം കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിതിങ്ങനെ മടക്കിയിടുന്നു. ഇനി ഇതേപോലെ അകത്തേക്ക് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് മടക്കി തേച്ചെടുക്കണം. അപ്പം തേച്ചെടുത്തപ്പോഴത്തേനും കണ്ട ഞാൻ ആ ക്യാൻവാസിൻ്റെ അകത്തേക്ക് അതിൻ്റെ ആ തയ്യൽ തുമ്പ് അകത്തോട്ടാക്കി വെച്ചു. ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുത്തിരുന്നല്ലോ, അത് ക്യാൻവാസിൽ ഒട്ടിച്ച് ആ ഭാഗം അകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇതാണ് നമ്മൾ ആ നെക്കിൽ വെച്ച് തയ്ക്കുമ്പോൾ ഈ അളവിൽ കൂടെ വേണം കറക്റ്റ് നമ്മൾ തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കുക. രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ അടയാളപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യാം ആ ഭാഗം. അതിനു മുമ്പ് നമുക്ക് തോനെ തയ്യൽ തുമ്പ് വെളിയിലോട്ട് കൂടുതൽ കിടപ്പുണ്ടെങ്കിൽ ആ ഭാഗം കറക്റ്റ് അറേഞ്ച് ആക്കി വെച്ചിട്ട് ബാക്കിയും കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു, കറക്റ്റ് ഭാഗം. ഇനി നമുക്ക് ക്ലോത്ത് എടുത്ത് ഇതേപോലെ അഴുക്ക വശം മുകളിലാക്കി ഇടാം. അഴുക്ക വശത്തൂടെ തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതേപോലെ നെക്കൊന്ന് ബാക്ക് നെക്കിൻ്റെ ആ കറക്റ്റ് മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ അളവെടുക്കാൻ മടക്കിയിട്ടില്ലേ, അതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിട്ടില്ലേ ആ ഭാഗം, അത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ, ക്യാൻവാസ് ഒട്ടിക്കാത്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ ചേർത്ത് മധ്യഭാഗത്ത് ചേർത്ത് ഒരു പിൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ റൗണ്ടിന് നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതേ രീതിയിൽ നമ്മൾ ആ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ അടയാളത്തിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ. അതേപോലെ മറു സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ ഭാഗം നിവർത്തി ഈ 2 ഭാഗത്തേക്കാക്കി നിവർത്തി ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് നിവർത്തി വെക്കുകയോ ചെയ്യാമേ. ഷോൾഡറിന്റെ ആ തയ്യൽ തുമ്പ്. അപ്പോൾ മറുഭാഗം അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് ഇതേപോലെ നിവർത്തിയിട്ട് കൈകൊണ്ടൊക്കെ പ്രസ് ചെയ്തൊന്ന് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്ത് വരുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഭാഗം ആ വെളിയിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഭാഗം കണ്ടോ? ഇനി അവിടെ ഇതേപോലെ നൂലൊക്കെ ഉണ്ട് വെളിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തയ്യൽ തുമ്പ് എന്തെങ്കിലും വെളിയിലിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉള്ളിലോട്ടാക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരാനേ. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് നൂലൊക്കെ വെളിയിലോട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലോട്ടാക്കി കളയുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ. എന്നിട്ട് ആ കോളറിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട് ഞാനേ. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ചുറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ ഇത്. ഇനി കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ചെറിയ ചുളിവൊക്കെ വരും. അത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത് കറക്റ്റാക്കി വരുമ്പോഴത്തേനും അത് നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഇനി ഇതിൻ്റെ സ്ലീവ് വയ്ക്കുന്നതോ ഷേപ്പ് അടിക്കുന്നതോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത്രയും കോളർ വയ്ക്കുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ആ ഓപ്പൺ ഭാഗം കണ്ടില്ലേ? ആ നെക്കിൻ്റെ അവിടെ അടയാളപ്പെടുത്തി നമ്മൾ ഒരു 7.5 ഇഞ്ച് എടുത്തില്ലേ ആ ഭാഗം, അവിടെ നമുക്ക് ബട്ടണൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഷോ ബട്ടണൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.